Okay guys, we are into the second class of our first chapter from microeconomics. Microeconomics is the chapter in the class. The first class we discussed about what is microeconomics, macroeconomics difference. Micro എന്ന് വെച്ചാൽ small ആണ്, macro എന്ന് വെച്ചാൽ wide അല്ലെങ്കിൽ ഒരു വലിയ ഏരിയ, ഒരു income of a person, income of a nation, ആ ഒരു ഡിഫറൻസ് എല്ലാം നമ്മൾ പഠിച്ചു. Then we discussed about what are the problems in the economy, how society behave, and what are the problems faced by the economy, and what are the reasons for those problems. Resource unlimited ആണ്, resource scarce ആണ്, need unlimited ആണ്, അതുപോലെ വേറെ യൂസ് ഉണ്ടാവും, പിന്നെ what to produce, what quantity, how to produce, and for whom to produce, ഇങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മുടെ ഫസ്റ്റ് ക്ലാസ്സിൽ നോക്കി. So in this class, first topic is production possibility frontier. I haven't write this production possibility frontier, PPF എന്നെല്ലാം പറയും. എന്താണ് ഈ പ്രൊഡക്ഷൻ പോസിബിലിറ്റി? വാക്കിൽ തന്നെയുണ്ട് പ്രൊഡക്ഷൻ പോസിബിലിറ്റി. പ്രൊഡക്ഷൻ്റെ പോസിബിൾ അല്ലെങ്കിൽ എന്താ പ്രൊഡക്ഷൻ പോസിബിൾ ആവുന്ന എന്തെങ്കിലും ഒരു പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട, പ്രൊഡക്ഷൻ്റെ പോസിബിലിറ്റി ആയിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു കാര്യങ്ങൾ, ഒരു പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയർ. വാക്കേ വലുതുള്ളൂ, പക്ഷേ കോൺസെപ്റ്റ് വളരെ സിമ്പിളാണ്. സോ നമ്മളെ ഒരു ലാൻഡ് ഉണ്ട്, വി ആർ ഹാവിങ് എ ലാൻഡ്. ഇൻ ദാറ്റ് ലാൻഡ് വി ആർ പ്രൊഡ്യൂസിങ് എയ്തർ കോൺ ഓർ കോട്ടൺ. ആ കോണും കോട്ടണും നമുക്ക് നമ്മൾ റിസോഴ്സ് പ്രൊഡ്യൂസ് ചെയ്താൽ ഒരു kg അല്ലെങ്കിൽ കിലോയിൽ എത്ര കിട്ടും, ഇവിടെ കിലോയിലാവാം, ടണ്ണിലാവാം, എത്ര കിട്ടും എന്നുള്ള ഒരു ബോക്സാണിത്. സോ നമ്മൾ ആ ഒരു പ്രൊഡക്ഷൻ പോസിബിലിറ്റി, നമുക്ക് ഈ എക്സാമ്പിളിലേക്ക് വരാം. അതിന് മുമ്പേ ഈ ഒരു പ്രൊഡക്ഷൻ പോസിബിലിറ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യിലൊരു മാവ് ഉണ്ടെന്ന് വിചാരിക്കാം. വി ആർ ഹാവിങ് എ ബാട്ടർ, ഒരു ദോശ മാവ് അല്ലെങ്കിൽ ഇഡ്ഡലി മാവ് ഉണ്ടെന്ന് വിചാരിക്കാം. ദോശ ഇഡ്ഡലി ഉണ്ടാക്കുന്നത് ഒരു മാവിലാണേ. സോ either we can make dosha with that batter or we can make idli. Either we can make complete doshas and make no idlis, or we can make complete idlis and no doshas, or we can make some doshas, some idlis. ഈ ഒരു ഐഡിയ ആണ്. അതായത് നമ്മുടെ കയ്യിലുള്ള റിസോഴ്സ് വെച്ച് ഒന്നുകിൽ we can invest everything in one, or we can everything in another, or we can produce a mix of that. നമുക്കൊരു 5 ദോശയും 5 ഇഡ്ഡലി ഉണ്ടാക്കാം, അല്ലെങ്കിൽ 10 ദോശ മാത്രം ഉണ്ടാക്കാം, 10 ഇഡ്ഡലി മാത്രം ഉണ്ടാക്കാം. സോ ഇതൊരു കോൺസ്റ്റൻ്റ് ആണ്. അതായത് ഒരു ദോശയ്ക്ക് ഒരു ദോശയ്ക്ക് ഇഡ്ഡലിക്ക് ഒരേ മാവ് എന്നുള്ള അർത്ഥത്തിലാണ്. ബട്ട് നമ്മൾ ലാൻഡിൻ്റെ കേസിലെല്ലാം വരുമ്പോൾ അങ്ങനെ ആവണമെന്നില്ല. ബിക്കോസ് സെയിം എമൗണ്ട് ഓഫ് റൈസ് ആയിരിക്കില്ല ഒരു ലാൻഡിൽ നമ്മൾ കൾട്ടിവേറ്റ് ചെയ്താൽ റൈസ് കിട്ടുന്നത്ര കോട്ടൺ കിട്ടണമെന്നില്ല. സോ ദാറ്റ് മേ ഡിഫറെൻറ്റ്. സോ ദ ഐഡിയ ഓഫ് ദാറ്റ്, അതായത് വി ഹാവ് എ റിസോഴ്സ്, അവർ റിസോഴ്സ് വാസ് ബാട്ടർ ദോശമാവായിരുന്നു. സോ ദോശമാവ് അല്ലെങ്കിൽ ഇഡ്ഡലി മാവായിരുന്നു നമ്മുടെ റിസോഴ്സ്. സോ within that batter we are producing of different combinations. We were firstly only producing idlis, again we were producing doshas, only producing doshas, again we were trying to make 2 idli 8 dosha, 5 idli 5 dosha, 7 idli 3 dosha. So that different possibilities. So different possibilities with that batter. ആ ദോശമാവ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഡിഫറെൻറ്റ് പോസിബിലിറ്റീസിൻ്റെ ഒരു എക്സാമ്പിൾസ് ഞാൻ പറയുന്നുള്ളൂ. അവിടെ കോൺസ്റ്റൻ്റ് ആയിരുന്നു, ബട്ട് ഇറ്റ് മെ നോട്ട് ബി കോൺസ്റ്റൻ്റ് ഇൻ എവറി. അതായത് അവിടെ ഒരു ദോശ ഒഴിവാക്കി ഒരു ഇഡ്ഡലി കിട്ടുമായിരുന്നു. ഇവിടെ ബാക്കി ലാൻഡിൻ്റെ കേസിലൊന്നും അങ്ങനെ ആവണമെന്നില്ല. ഒരു ഏക്കർ ലാൻഡിൽ അരി പ്രൊഡ്യൂസ് ചെയ്താൽ അതേ അളവിൽ തന്നെ നമുക്ക് കോട്ടൺ കിട്ടണമെന്നില്ല. ബിക്കോസ് ഇറ്റ് മേ different with different products. So that here we are looking at an example of corn and cotton. We are having a land, we are trying to make some combinations. So e possibilities A, B, C, D, this is 1, 2, 3, 4. There is nothing to do with this, just symbol. Different combinations in a just number 1, 2, 3, 4 no, A, B, C, D no, we can call whatever. So here we are producing 0 corn and 10 cotton. What does that mean? We are using our resources completely to produce cotton. Cotton മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. We are not even trying to make corn. Corn ഉണ്ടാക്കാൻ നമ്മൾ ശ്രമിക്കുന്നേ ഇല്ല. The second case,
we are trying to make one cone. To make one cone, we have to forego some amount of cotton. നമ്മൾ നേരത്തെ നമ്മൾ 10 ഇഡ്ഡലി മാത്രം ഉണ്ടാക്കി. ഇനി കുറച്ച് ദോശ ഉണ്ടാക്കണമെങ്കിൽ കുറച്ച് മാവ് ഇഡ്ഡലിയിൽ നിന്ന് പോയിട്ടേ ആ ദോശ ഉണ്ടാക്കാൻ പറ്റൂ. 10 ഇഡ്ഡലി ഒരു ദോശ നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. ബിക്കോസ് വി ഹാവ് ലിമിറ്റഡ് ബാറ്റർ, വി ഹാവ് ലിമിറ്റഡ് മാവ്. സോ ഇൻ സെയിം സെൻസ് വി ഹാവ് ടു ഫോർഗോ സംതിങ് ഫ്രം കോട്ടൺ. സോ വി ഹാവ് ഫോർഗോൺ ഫ്രം 10 to 9. നമ്മൾ ഒരു പുതിയൊരു കോമ്പിനേഷനിലേക്ക് വന്നു. സോ 1-9 എന്നൊരു കോമ്പിനേഷനിലേക്ക് വന്നു. Because we are decided to reduce some amount of cotton and increase what? Increase the production of corn. Again come, we are decided to produce more corn. രണ്ട് corn ഉണ്ടാക്കാനാണ് നമ്മൾ തീരുമാനിച്ചു. Again we have to forego some amount of cotton. കോട്ടൻ്റെ കുറച്ച് എമൗണ്ട് നമ്മൾ ഒഴിവാക്കുക. കാരണം ഒരു ലാൻഡാണ്, ലാൻഡിൽ we have to forego some area used for cotton. So buying that we are getting 2 corn and 7 cotton. See, here we have only foregone one cotton, but here it is, see, 2. രണ്ട് കോട്ടൺ നമുക്ക് കളയേണ്ടി വന്നു. എന്താകാൻ? ഒരു കോട്ടൺ കൂടി അധികം ഉണ്ടാക്കാൻ. സി 1 നിന്ന് 2, 0 എന്ന് 1 എത്തിയപ്പോൾ 1 കോട്ടണേ പോയുള്ളൂ, ബട്ട് 1 നിന്ന് 2 എത്തിയപ്പോൾ 2 കോട്ടൺ പോയി. സോ അഗെയിൻ 2 നിന്ന് 3 എത്തിയപ്പോൾ സി 3 കോട്ടൺ പോയി. അവർ പോയി എന്നുള്ള അർത്ഥം ജസ്റ്റ് എത്ര കുറയ്ക്കേണ്ടി വന്നു, how much we reduced to get this. Again, next comes the complete scenario where we are only producing corn. Corn മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ, 0 cotton. So make sure that idea that we are cultivating in every place of our land. നമ്മുടെ ലാൻഡ് നമ്മൾ ഫുള്ളും കൾട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്, ഒരു ഭാഗവും നമ്മൾ ഒഴിവാക്കി വിടുന്നില്ല. So we are cultivating completely in our land. And what are the amounts by ഇത് നമുക്ക് ലേബർ വെച്ചിട്ട് പറയാം. അതായത് വി ആർ ഇൻവെസ്റ്റിംഗ് അവർ ലേബർ ആൻഡ് ലാൻഡ് കംപ്ലീറ്റ്ലി ഇൻ കോട്ടൺ, ദെൻ വി ഗെറ്റ് 0 cotton and 10 cotton and 0 corn. Again here we are investing completely in corn and we get 0 cotton and 4 corn. നമ്മൾ നേരത്തെ പോലെയല്ല. സോ അതിൻ്റെ ഇടയിൽ വേറെ കോമ്പിനേഷൻ ഉണ്ട്. വി ക്യാൻ എയ്തർ പ്രൊഡ്യൂസ് സം മിക്സ്. വി ക്യാൻ പ്രൊഡ്യൂസ് 1-9, 2-7, 3-4. ഞാനിത് എത്ര കുറയ്ക്കേണ്ടി വന്നു എന്നുള്ളതാണ് ബ്രാക്കറ്റിൽ എഴുതിയത്. സോ ഇവിടെ 4 കുറയ്ക്കേണ്ടി വന്നു. സി ഒരു 3 നിന്ന് 4ലേക്ക് ഇവിടെ 1 കൂട്ടിയപ്പോൾ ഇവിടെ 4 കുറയ്ക്കേണ്ടി വന്നു. സോ ദാറ്റ്സ് ഹൗ ദിസ് തിങ് വർക്ക്. ഈ കുറയ്ക്കൽ കൂട്ടൽ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ്, ദിസ് കോമ്പിനേഷൻ ഇസ് മെൻഷൻ ABCD. ഈ ABCDനെ ഞാനിങ്ങനെ ഗ്രാഫിൽ വരയ്ക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. So I have already drawn this point. This is 10-0. This is our cotton. See, cotton is on our y-axis, corn is on our x-axis. So when we are completely investing in cotton only, we are producing 10 cotton and 0 corn. As we said, then we are reducing some amount of cotton and investing in corn. Again we are reducing some amount of cotton and we are increasing the production of corn. Again we are reducing some amount of cotton and increasing the production of corn. Reduce ചെയ്യുന്നു, increase ചെയ്യുന്നു, reduce ചെയ്യുന്നു, increase ചെയ്യുന്നു. So joining these points, say joining these points A, B, C, D and E, we are having a curve. Straight curve ആണ്. Yes, ഒരൊറ്റ കർവേ ഉള്ളൂ. ഞാൻ മുകളിൽ വരയ്ക്കുന്നത് നോക്കണ്ട, ഒരൊറ്റ കർവേ ഉള്ളൂ. So this locus of all these points, this is our production possibility frontier. ഈ production possibility curve എന്ന് ആൾക്കാർ വിളിക്കാറുണ്ട്. So because it's in the shape of this curve. So as you can see here, we are completely maximizing our resources. ഇതിൻ്റെ ഉള്ളിലുള്ളൊരു പോയിന്റ്, സേ ഈ പോയിന്റ് കെ എന്ന് പറയുന്നൊരു പോയിന്റ്, ദാറ്റ് വാസ് എ കേസ് വേർ നമ്മൾ എന്താക്കുകയാണ്, 2 ദോശയും 2 ഇഡ്ഡലിയും മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ, ബാക്കി മാവ് നമ്മൾ അവിടെ പ്രൊഡ്യൂസ് ചെയ്യാതെ അങ്ങ് ബാക്കി വെച്ചു. സോ ആ ഒരു മീനിങ് ആണ് ഇവിടെ ഇൻ ദിസ് ഫ്രോണ്ടിയർ പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയർ വി ആർ എക്സോസ്റ്റ് ഓൾ അവർ റിസോഴ്സസ്, വി ഹാവ് യൂസ്ഡ് മാക്സിമം. നമ്മുടെ ഇവിടെ സി ആയാലും ഡി ആയാലും ഈ കർവിൻ്റെ ഈ പോയിന്റ്സിലെല്ലാം എന്താണ്, വി ഹാവ് മാക്സിമൈസ്ഡ് അവർ റിസോഴ്സസ്, നമ്മുടെ മാക്സിമം യൂട്ടിലിറ്റി ഓഫ് അവർ റിസോഴ്സ് ആണ്. ഈ കെ എന്ന് പറയുന്ന പോയിന്റിൽ അണ്ടർ യൂട്ടിലിറ്റിയാണ്, അണ്ടർ യൂസ് ആണ്, അല്ലെങ്കിൽ
അണ്ടർ യൂട്ടിലിറ്റി ആണ്. കാരണം നമ്മുടെ റിസോഴ്സസ്, വി ഹാവ് റിസോഴ്സസ്, വി ക്യാൻ ഗോ അപ് ടു ദിസ്, ബട്ട് വി ആർ നോട്ട് യൂസിങ് ദാറ്റ്. ആ ഒരു കേസാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ റിസോഴ്സ് നമ്മൾ ഫുള്ളും യൂസ് ചെയ്യുന്നില്ല. ബട്ട് ഈ പോയിന്റ്, അതായത് നമുക്ക് ഈ ഒരു പോയിന്റിലേക്ക് എത്താൻ വേണ്ടി പറ്റില്ല, കാരണം നമ്മുടെ റിസോഴ്സ് ഇത്രയേ ഉള്ളൂ. സോ ഈ ഒരു പോയിന്റിലേക്ക് എത്തുമ്പോൾ നമ്മൾ എന്താവും, നമുക്കൊരു ഗ്രോത്ത് ഉണ്ടായി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഈ ഒരു പോയിന്റിലേക്ക് എത്തുമ്പോൾ നമ്മുടെ പ്രൊഡക്ഷൻ പോസിബിലിറ്റിക്ക് വേണ്ടി ഒരു ഇൻക്രീസ് ചെയ്യുമ്പോൾ. ബട്ട് നൗ റൈറ്റ് നൗ when we are at k means what? For example, 1 cone 4 cotton, 1 cone 4 cotton. ഈ ഒരു ഇതിൽ നമ്മൾ we are under utilizing our resources. This is 1 4, ഇതാണ് k, under utilizing our resources. So this is our production possibility from here. Once again, നമ്മുടെ പ്രൊഡക്ഷൻ്റെ പോസിബിലിറ്റീസ്, വി ആർ ട്രൈങ് ടു ടേക്ക് ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ് ABCDE ആൻഡ് യൂട്ടിലൈസിങ് ഓൾ ഓഫ് അവർ റിസോഴ്സ്. നമ്മുടെ ലാൻഡിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിൽ എന്തെല്ലാം പ്രൊഡക്ഷൻസ് നടത്താം എന്നുള്ളതാണ് നമ്മളിപ്പോൾ നോക്കിയത്. ഇപ്പോൾ ഈ ഒരു ഷേപ്പിൻ്റെ പേര്, അതായത് ഈ ഒരു കർവിൻ്റെ ഷേപ്പ് എന്താണ്, കോൺകേവ് ആണ്. സോ ആ കോൺകേവ് ആണുള്ളൊരു കാരണം എന്താണെന്ന് വെച്ചാൽ എന്താണ്, ഒന്ന് കുറയുമ്പോൾ ഒന്ന് കൂടുന്നുണ്ട് എന്നുള്ളതാണ്. ബിക്കോസ് ഈ കുറയുന്ന അളവുണ്ടല്ലോ, കൂടി കുറയുന്ന അളവ് കൂടുതലാണ്. ബിക്കോസ് കുറയുന്നത് കൂടുതലാണ്, കുറച്ച് ഇൻക്രീസ് ചെയ്യുന്നുള്ളൂ. എഗെയിൻ കുറയുന്നത് കൂടുതലാണ്, കുറച്ച് ഇൻക്രീസ് ചെയ്യുന്നുള്ളൂ. എഗെയിൻ കുറയുന്നത് കൂടുതലാണ്, കുറച്ച് ഇൻക്രീസ് ചെയ്യും. സോ ആ ഒരു പോയിന്റ് ഇങ്ങനെ ജോയിൻ ചെയ്താണ് ഈ സെയിം ഈ കർവിലേക്കും എത്തുന്നത്. സോ ഷേപ്പ് എന്താണ്, ഇതിൻ്റെ ഷേപ്പ് കോൺകേവ് ആണ്. സോ ദാറ്റ് തിങ്സ് ഐ തിങ്ക് ദാറ്റ് സമ്മറൈസസ് അവർ പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയർ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്. നമ്മൾ ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ് നോക്കി, ആ കോമ്പിനേഷൻസിനെ നമ്മൾ ഡ്രോ ചെയ്യാൻ വേണ്ടി നോക്കി. സോ ദിസ് പോയിന്റ് വി ആർ യൂട്ടിലൈസിങ് അവർ റിസോഴ്സസ് അറ്റ് ഫുള്ളി യൂട്ടിലൈസേഷനാണ്. ഇതിൻ്റെ ഉള്ളിൽ അണ്ടർ യൂട്ടിലൈസേഷനാണ്. ആസ് യു ക്യാൻ സി 1 4 എന്ന കോമ്പിനേഷൻ എന്താണ്, വി ആർ ഹാവിങ് ആൻ അണ്ടർ യൂട്ടിലൈസേഷൻ ഓഫ് അവർ റിസോഴ്സസ് ആൻഡ് ഷേപ്പ് ഓഫ് this production possibility frontier is concave. Next, we will be discussing opportunity cost. അവസരാത്മക ചെലവ്. So opportunity cost is not something, our usual cost of an apple is 100. So cost of an orange is 100. It's not, we are not saying in that terms of money terms. We are trying to say the cost of one good in terms of other good. വേറെ ഒരു ഗുഡിൻ്റെ ടേംസിൽ നമ്മൾ കൺസ്യൂം ചെയ്തെങ്കിൽ നമ്മൾ ചൂസ് ചെയ്ത ഗുഡിൻ്റെ ഇത് പറയാണ്. സോ ദർ ഈസ് ഓൾവേസ് എ കോസ്റ്റ് ഓഫ് ഹാവിങ് എ ഗുഡ് ഇൻ ടേംസ് ഓഫ് എമൗണ്ട് ഓഫ് one good. So we have decided to buy apples. We could have bought oranges. So the apple and oranges cost 100 rupees for kg. So we could have bought oranges, but we bought apples. So the cost of apple was again 1 kilo oranges. ഒരു ആപ്പിളിൻ്റെ വില 100 രൂപയാണ് എന്ന് നമുക്ക് പറയാം. അതുപോലെ തന്നെ വേറൊരു ടേംസിലും പറയാം. What we could have bought oranges, so the cost of apple was again 1 kilo of oranges. നമ്മൾ ഒരേ വില പറയുകയല്ലേ. ഇറ്റ്സ് നോട്ട് ദാറ്റ് വി ആർ സെയിങ് ദാറ്റ് 1 കിലോ പഞ്ചസാരക്കും 100 രൂപയാണെങ്കിൽ the cost of 1 apple is equal to not that terms. Our decision was to buy from apples or oranges. നമുക്ക് പഞ്ചസാര വേണമെന്ന് നമുക്ക് ആഗ്രഹമില്ലായിരുന്നു. സോ in that terms we cannot say. നമുക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. we were in confusion, or we were making a choice between apple and oranges. So we can say that cost of apple, 1 kilo apple was cost of not having 1 kilo of oranges. So what is cost of apple? Cost of apple may be equal to cost of oranges. അതായത് നമ്മൾ കൺസ്യൂം ചെയ്യാമായിരുന്ന ഒരു ഓറഞ്ച് ഉണ്ടായിരുന്നല്ലോ, നമ്മൾ വാങ്ങാതിരുന്ന ആ ഓറഞ്ചാണ് നമ്മൾ വാങ്ങിയ 1 കിലോ ആപ്പിളിൻ്റെ വില. So that is what opportunity, നമുക്ക് ആ ഒരു ഓപ്പർച്യൂണിറ്റിയുടെ കോസ്റ്റാണ്. So we can say that in terms of money, 1 kilo of orange costs 100 rupees, apple costs 100 rupees. So that doesn't make a difference. അതായത് ആപ്പിളിന് ഇപ്പോൾ 120 ആണെങ്കിലും നമ്മൾ ഡിസൈഡ് ചെയ്തു എന്ത് ഓറഞ്ച് വാങ്ങണ്ടാന്ന്. സോ ഒരേ വില ആയതുകൊണ്ടല്ലേ നമ്മൾ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് പറയുന്നത്. ഇപ്പോൾ ആപ്പിളിന് 120 ആയിരുന്നു, ഓറഞ്ചസിന് 100 rupees ഉണ്ടായിരുന്നുള്ളൂ. ബട്ട് വി ഡിസൈഡഡ് ടു ബൈ ആപ്പിൾസ് ഇൻസ്റ്റെഡ് ഓഫ് നോട്ട് ബൈയിങ് ഓറഞ്ചസ്. So our cost of having apple was not buying oranges. ഓറഞ്ച് വാങ്ങാതിരുന്നു എന്നതാണ് നമ്മൾ ആപ്പിൾ വാങ്ങിയതിൻ്റെ ഒരു കോസ്റ്റ്. നോട്ട് ദാറ്റ് 120 and 100 rupees.
not in terms of money, in terms of one good. We are talking about the cost of one good in terms of other goods. So that there is always a cost of having a good in terms of other good. It not only in case of good, you are in നമുക്കൊരു സ്ട്രീമിൻ്റെ കേസിൽ പറയാം, നമ്മളൊരു ഒരു സർവീസിൻ്റെ കേസിൽ പറയാം. മേ ബി യു ക്യാൻ ഈവൻ സേ ഇറ്റ് ഇൻ ദാറ്റ് ഇൻ യുവർ സ്ട്രീം ഓൾസോ. യു ആർ നൗ യു മേ ബി ചൂസിങ് either you decided to choose humanities stream. Say you decided to choose humanities stream. Your second best option was to go for commerce stream, but you decided that I will go for humanities. So what is the cost of going for humanities? Is that you not taking commerce stream. So cost of humanities may be that what humanities എടുത്തതിൻ്റെ ചിലവ് അല്ലെങ്കിൽ humanities എടുത്തതിൻ്റെ ഒരു കോസ്റ്റ് എന്താണ്, കൊമേഴ്സ് എടുക്കാതിരുന്നതാണ്. സോ കോസ്റ്റ് ഓഫ് ഹ്യൂമാനിറ്റീസ് ബട്ട് നോട്ട് ടേക്കിംഗ് കോസ്റ്റ് ഓഫ് കൊമേഴ്സ് എടുക്കാതിരുന്ന അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് കൊമേഴ്സ് ആണെന്ത് ഇതിൻ്റെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. ഹ്യൂമാനിറ്റീസ് എടുത്തതിൻ്റെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് നമ്മൾ എടുക്കാതിരുന്ന, നമ്മൾ ചൂസ് ചെയ്യാതിരുന്ന നമ്മുടെ സെക്കൻഡ് ബെസ്റ്റ് ഓപ്ഷൻ. ഫസ്റ്റ് ബെസ്റ്റ് ഓപ്ഷൻ ആണല്ലോ നമ്മൾ എപ്പോഴും ചൂസ് ചെയ്യുക. We decided to buy apples because we like apples because that was our best option. The cost of our second best option, നമ്മുടെ രണ്ടാമത്തെ ബെസ്റ്റ് ഓപ്ഷൻ്റെ കോസ്റ്റ് അതാണ്. ദാറ്റ് ഈസ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. വാട്ട് വി കുഡ് ഹാവ് ഡൺ വിത്ത് ദാറ്റ് മണി. ആ പൈസ കൊണ്ട് നമുക്ക് വേറെ എന്തെല്ലാം ചെയ്യാമായിരുന്നു, അല്ലെങ്കിൽ അതാണ് നമ്മുടെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്നാണ്. നിങ്ങൾ കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് എടുത്തത് കൊമേഴ്സ് എടുക്കാതെയാണ്. സോ ഹ്യൂമാനിറ്റീസ് എടുക്കുന്ന കോസ്റ്റ് എന്താണ്, കൊമേഴ്സ് എടുത്തതാണ് അല്ലെങ്കിൽ കൊമേഴ്സ് എടുക്കാതിരുന്നതാണ് എന്ത് ഹ്യൂമാനിറ്റീസ് എടുത്തതിൻ്റെ ഒരു കോസ്റ്റ്. ആ രീതിയിൽ നമ്മൾ വി ആർ ടോക്കിംഗ് അബൌട്ട് ഹ്യൂമാനിറ്റീസ് സ്ട്രീംസ് ഇൻ ടേംസ് ഓഫ് കൊമേഴ്സ് സ്ട്രീം. സോ വി ആർ ടോക്കിംഗ് അബൌട്ട് ദർ ഇസ് cost of having a good in terms of other good. You are talking about cost of having humanities in terms of commerce. That's it. We are going back to, I think that it's clear, we are going back to our earlier examples, our table, corn and cotton. We decided to have, in the initial phase, see, it was all cotton. We are only consuming cotton. Cotton മാത്രമേ നമ്മൾ കൺസ്യൂം ചെയ്യുന്നുള്ളൂ. We decided to have a corn. നമ്മൾ കോൺ ഉണ്ടാവാം, കോൺ കൺസ്യൂം ചെയ്യാമെന്ന് തീരുമാനിച്ചു. So we decided to consume corn and we were having a cost of cotton. See, നമ്മൾ ഒരു കോൺ കൺസ്യൂം ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ ഒരു കോട്ടൺ കുറഞ്ഞു. ഇനി രണ്ടാമത് 1 നിന്ന് 2 എത്തിയപ്പോൾ when we jumped from it's not always one, it cannot be always constant. നമ്മൾ 1 നിന്ന് 2 എത്തിയപ്പോൾ നമുക്ക് എത്ര കോട്ടൺ കുറഞ്ഞു, 2 കോട്ടൺ കുറഞ്ഞു. So here cost of having one corn is cost of not but 2 cotton, cost of not having 2 cotton. അപ്പോൾ ഒരു കോണിൻ്റെ വില 2 കോട്ടൺ ആണ്. ഇവിടെ ഒരു കോണിൻ്റെ വില 3 കോട്ടൺ ആണ്. അതായത് എന്താണ്, ഇവിടെ ഒരു കോണിൻ്റെ 3 4 എത്തിയപ്പോൾ ഒരു കോണിൻ്റെ വില 4 കോട്ടൺ ആണ്. സോ ദാറ്റ് വാട്ട് വി ആർ എക്സ്പീരിയൻസിങ് എ കോസ്റ്റ്. നമ്മളൊരു കോസ്റ്റ് ഉണ്ടാവുകയാണ് ഇൻ ടേംസ് ഓഫ് എന്താണ് വേറൊരു ഗുഡിൻ്റെ ടേംസിൽ. സോ ദാറ്റ് ഈസ് വാട്ട് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. സോ വി സേ ദിസ് തിങ് ആസ് MOC or മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. അതായത് മാർജിനൽ എന്ന് പറയുമ്പോൾ ഒരു യൂണിറ്റ് അധികം ഉണ്ടാകുമ്പോൾ നമുക്കുണ്ടാകുന്ന കോസ്റ്റ്. സോ വി ആർ ടോക്കിംഗ് ഇൻ ടേംസ് ഓഫ് കോട്ടൺ. കോട്ടൻ്റെ ടേംസിലാണ് നമ്മൾ സംസാരിക്കുന്നത്. വി ആർ ഡിസൈഡഡ് ടു ഹാവ് വൺ കോൺ, വി വർ കോസ്റ്റിംഗ് 1 കോട്ടൺ. ഒരു കോട്ടൺ ആയിരുന്നു നമ്മുടെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്, ഒരു കോട്ടൺ. എഗെയിൻ ഇവിടെ 1 നിന്ന് 2 എത്തിയപ്പോൾ 2 കോട്ടൺ ആണ് നമ്മുടെ മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. സോ മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് അതായത് നമ്മൾ ഒരു ഗുഡ് അധികം കൺസ്യൂം ചെയ്യാൻ വേണ്ടിയിട്ട് ഫോർഗോ ചെയ്ത മറ്റേ ഗുഡിൻ്റെ എണ്ണം എത്രയാണ്. നമ്മളിവിടെ ഒരു 3 നിന്ന് 4 കൺസ്യൂം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താക്കി, 4 കോട്ടൺ കളഞ്ഞു. സോ കോസ്റ്റ് ഓഫ് ഹാവിങ് 1 കോൺ ഹിയർ ഇസ് 4 കോട്ടൺ. കോസ്റ്റ് ഓഫ് ഹാവിങ് 1 കോൺ ഹിയർ ഇസ് 3 കോട്ടൺ. സോ വി ആർ ടോക്കിംഗ് ഇൻ ടേംസ് ഓഫ് ദ വാട്ട് വൺ ഗുഡ്, വേറൊരു ഗുഡിൻ്റെ ടേംസിലാണ് നമ്മൾ സംസാരിക്കുന്നത്. സോ ദിസ് ഇസ് സം ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്. ഒരു ഫിലോസഫിക്കലി എല്ലാം സംസാരിക്കാൻ പറ്റും. ദാറ്റ് വി ഓൾവേസ് ദ സെക്കൻഡ് ബെസ്റ്റ് ഓപ്ഷൻ്റെ കോസ്റ്റ്, ദാറ്റ് ഈസ് അവർ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. സോ വാട്ട് കുഡ് ഹാവ് ഡൺ വിത്ത് ദാറ്റ് സെയിം എമൗണ്ട് ഓഫ് മണി ഓർ സെയിം എമൗണ്ട് ഓഫ് ടൈമിൽ നമ്മൾ ചെയ്യാതിരുന്ന അല്ലെങ്കിൽ ചെയ്യാമായിരുന്ന ആ സാധനത്തിൻ്റെ വിലയാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനത്തിൻ്റെ വില. അതായത് നമ്മളിപ്പോൾ വാങ്ങിയ സാധനത്തിൻ്റെ വില നമുക്കത് ഉപയോഗിച്ച് വാങ്ങാമായിരുന്നു നമ്മുടെ സെക്കൻഡ് ബെസ്റ്റ് ഓപ്ഷൻ. സോ ദാറ്റ് ഈസ് അവർ സെക്കൻഡ് ബെസ്റ്റ് ഓപ്ഷൻ. ഐ സെഡ് ദാറ്റ് cost of choosing humanities is the cost of not choosing commerce. So we were talking about in terms of
talking about cost of one good in terms of other good. So you will be hearing the words like capitalist, socialist, capitalist economy, socialist economy, അല്ലെങ്കിൽ കുത്തക ഇങ്ങനെ കുറച്ച് വാക്കുകളെല്ലാം നമ്മൾ കേൾക്കാറുണ്ട്. So what exactly that all means? So economy always doesn't have a single behavior. ഒരേപോലെയല്ല എല്ലാ എക്കണോമി ഉള്ളത്. So economy will be having different behavior, or there are different organizations of economy. So here we are going to study about organization of economic activities. Mainly there are three organizations. One is centrally planned, market economy, and mixed economy. So what is centrally planned economy? From the word itself, it's planned. It's centrally planned. അതായത് ഒരു സെൻറ്റർ ഉണ്ട്, എവിടെയോ ഒരു സെൻറ്റർ ഉണ്ട്, that is planning something, that this should be like this, or this price of this should be this, it cannot go beyond that. ഒരു സെൻട്രലി ഒരു പ്ലാനിങ് ഉണ്ടാവണം, അതായത് ഇങ്ങനെ ആയിരിക്കണം. സോ ഒരു പ്ലാൻ ഉണ്ടാക്കി ആ പ്ലാൻ അനുസരിച്ച് പോകാവൂ, അല്ലെങ്കിൽ ആ പ്ലാൻ പോലെ പോകാവൂ എന്ന് തീരുമാനിക്കുകയാണ് ആ എക്കണോമിയിൽ. സോ ദാറ്റ് കൈൻഡ് ഓഫ് എക്കണോമി ഈസ് നോൺ ആസ് ബട്ട് സോഷ്യലിസ്റ്റ് എക്കണോമി. ഈ ഒരു വേറെ വാക്കാണ്. ദി സോഷ്യലിസ്റ്റ് ഇസ് നോട്ട് യൂസ്ഡ് ഇൻ അവർ ടെക്സ്റ്റ് ബുക്സ്, ബട്ട് യൂഷ്വലി വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദറ്റ് ഒരു സോഷ്യലിസ്റ്റ് എക്കണോമി എന്താണെന്ന്. അതായത് സെൻട്രലി പ്ലാൻഡ് എക്കണോമി, അവിടെ എല്ലാം പ്ലാൻഡ് ആയിരിക്കും, എല്ലാം സ്റ്റേറ്റ് ആയിരിക്കും. സ്റ്റേറ്റ് ആണ്, എവറിഥിങ് ഈസ് പ്ലാൻഡ് ബൈ സ്റ്റേറ്റ് and it works according to the state's plans, each and everything. So state in the plan endano adinanusarichana poa. So why we need to plan everything? Because there are something which market cannot do. അതായത് മാർക്കറ്റിനെ അനുസരിച്ച് വിട്ടാൽ നമുക്ക് ചില കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ നിൽക്കില്ല. സോ ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ. സോ ഹെൽത്ത് ഫെസിലിറ്റി, ഇമാജിൻ ദാറ്റ് എ ഡോക്ടർ, നമ്മൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോകുന്നത്, ഡോക്ടർ വി ആർ പേയിങ് ഓൺലി സം 1 or 10 rupees, 10 രൂപ അങ്ങനെ കൊടുക്കുന്നുള്ളൂ. ബട്ട് ഈസ് ഇറ്റ് ഇനഫ് ഫോർ ദാറ്റ് ഡോക്ടർ ടു പേ ഫോർ ഹിസ് സാലറി? നോ. അവിടെ സ്റ്റേറ്റ് ഇൻ്റർവീൻ ചെയ്യാണ്, സ്റ്റേറ്റ് പ്ലാൻ ചെയ്യാണ്, നിങ്ങൾ ഇത്രേ വാങ്ങാവൂ. സ്റ്റേറ്റ് ഈസ് ഗിവിങ് ഹിസ് സാലറി. സോ സ്റ്റേറ്റ് ഇൻ്റർവീൻസ് ഇൻ സംതിങ്. സോ ഇതൊരു ഹോസ്പിറ്റലിൻ്റെ കേസാണ്, ഒരു വെൽഫെയർ ആണ് അവിടെ നോക്കുന്നത്. അതായത് ജനങ്ങൾക്ക് എന്താവണം, ആരോഗ്യ മേഖലയിൽ എത്തണം. പീപ്പിൾ നീഡ് ടു ഹാവ് ആൻ ആക്സസ് ടു ഹെൽത്ത് സർവീസ് ആൻഡ് എഡ്യൂക്കേഷൻ. സോ പബ്ലിക്കിൻ്റെ വെൽഫെയർ ആണ് എന്താണ് സോഷ്യലിസ്റ്റ് എക്കണോമി നോക്കുന്നത്. ബിക്കോസ് ഇറ്റ്സ് നോട്ട് ഓൾവേസ് മാർക്കറ്റ് നീഡ്സ്. മാർക്കറ്റ് നീഡ്സ് വാട്ട്? വെൻ ദർ ഇസ് ഡിമാൻഡ് ദർ ഷുഡ് ബി എ ഹയർ പ്രൈസ്. അതായത് ഡോക്ടറെ കാണിക്കാൻ ആൾ കൂടുതൽ വരുന്നുണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് ബി ചാർജ് വിത്ത് എ ഹയർ പ്രൈസ്. ആ 1 രൂപയ്ക്കും 10 രൂപയ്ക്കും ചാർജ് ചെയ്താൽ പോരാ. സോ ദാറ്റ് വാട്ട് വി വിൽ ഗെറ്റ് ടു നോ ദ ഡിഫറൻസ് വെൻ വി സ്റ്റഡി മാർക്കറ്റ് എക്കണോമി. ഒരു ഈക്വാലിറ്റിയാണ്, ആളുകൾ തമ്മിൽ ഒരു ഈക്വാലിറ്റിയാണ് ഈ സോഷ്യലിസ്റ്റ് എക്കണോമിയുടെ വേറൊരു ഫീച്ചർ. സോ അടുത്തത് മാർക്കറ്റ് എക്കണോമി പഠിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ഒരു ഡിഫറൻസ് പറയാം. സോ മാർക്കറ്റ് എക്കണോമി, എവറിത്തിങ് ഈസ് ഇൻ ടേംസ് ഓഫ് പ്രൈസ്. പ്രൈസ് ഈസ് ദ സിഗ്നൽ. സോ അതായത് മാർക്കറ്റിന് അങ്ങ് ഫ്രീഡാണ്, കംപ്ലീറ്റ് ഫ്രീഡാണ്. അതായത് ഫേംസിന് എന്തും പ്രൊഡ്യൂസ് ചെയ്യാം, എങ്ങനെയും വിൽക്കാം. സോ ദർ ഇസ് നോ റെസ്ട്രിക്ഷൻസ്. സ്റ്റേറ്റ് ഒന്നിലും ഇടപെടുന്നില്ല. What happens if state is not intervening? State is not intervening means that earlier I said health facility, we are only giving 10 rupees in a government hospital, but that doesn't happen when there is completely freedom, because doctors won't be willing to consult you for a 10 rupees. 10 രൂപയ്ക്ക് ഒരു ഡോക്ടർ നിങ്ങളെ കാണിക്കാൻ തയ്യാറാവില്ല, അതായത് നിങ്ങളെ പരിശോധിക്കാൻ തയ്യാറാവില്ല. ബിക്കോസ് ദാറ്റ് ഈസ് നോട്ട് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ അവിടെ നടക്കുന്നില്ല. When someone realizes that there is demand for something, there should be a higher price. ഒരു ഹയർ പ്രൈസ് ചാർജ് ചെയ്യണം. ബിക്കോസ് ആൻഡ് ഡോക്ടർ വിൽ ബി ചാർജിങ് എ ഹയർ പ്രൈസ്. ഇൻ എഡ്യൂക്കേഷൻ സെക്ടർ ഓൾസോ, ഇൻ എഡ്യൂക്കേഷൻ ഇസ് നോട്ട് വോണ്ട് ബി ഫ്രീ. എഡ്യൂക്കേഷൻ ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടില്ല. കാരണം എന്താ, എഡ്യൂക്കേഷന് ഡിമാൻഡ് ഉണ്ടെന്ന് അറിയുമ്പോൾ എഡ്യൂക്കേഷൻ നമ്മൾ ഡിമാൻഡിലൊരു സാധനം പ്രൈസ് കൂട്ടിയേ വെക്കൂ. എവറിത്തിങ് ഈസ് പ്രൈസാണ് സിഗ്നൽ, ആൻഡ് എവറിത്തിങ് ഈസ് കംപ്ലീറ്റ്ലി ഫ്രീ ഇൻ ദാറ്റ് എക്കണോമി. ബട്ട് whereas in the centrally planned or socialist economy, it's not like that. State plans everything. Here the price is a signal and it goes with price. Complete freedom, or restrictions ulla centrally planned economy. So there is another type of economy, that is mixed economy. Mixed economy is the mix of both two. ഇതാണ് ഈ മാർക്കറ്റ് എക്കണോമിക്ക് ക്യാപിറ്റലിസ്റ്റ് എക്കണോമി എന്നുള്ള ഒരു പേരുണ്ട്. ഇത് കുത്തക അല്ലെങ്കിൽ ക്യാപിറ്റലിസ്റ്റ് എക്കണോമി എന്ന ഒരു പേരുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ കംപ്ലീറ്റ്ലി ദാറ്റ് ഡിറ്റർമൈൻസ് ആസ് പ്രൈസ് ആസ് സിഗ്നൽ. പ്രൈസ് തീരുമാനിക്കും. പ്രൈസാണ് അവിടെ കിങ്. ദർ ഇസ് നോ ഡിസിഷൻ, സെൻട്രൽ ഡിസിഷൻ മേക്കർ. ഇത് ഇങ്ങനെ ആവാൻ പറ്റൂ എന്ന് ആരും ഒരു ഡിസിഷൻ എടുത്തു വെച്ചിട്ടില്ല. ആ പ്രൈസ്, ബിക്കോസ് ഇഫ് ദർ ഇസ് ഡിമാൻഡ് ഫോർ സംതിങ്, ദർ ഇസ് ഒബ്വിയസ്ലി ദർ വിൽ ബി പ്രൈസ്. ഇഫ് ഡിമാൻഡ് കുറഞ്ഞൊരു സാധനത്തിന് എന്തുണ്ടാവും, പ്രൈസ് ഉണ്ടാവില്ല. സോ പ്രൈസ് ഈസ് ദ കംപ്ലീറ്റ് സിഗ്നൽ ആൻഡ് പ്രൈസ് ഈസ് ദ കിങ് ഇൻ മാർക്കറ്റ് എക്കണോമി. അവിടെ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ മാത്രമേ ലക്ഷ്യമുള്ളൂ. അതായത്
if a firm is producing something, if a doctor is giving service, he need to get maximum service, maximum profit from what he is providing. He won't be doing it as a service or something else. There is no equality, there is no welfare, that everyone need to consult doctor. There is no concept like that. Who has money, they can consult doctor. Doctor ആരെടുത്താണോ പൈസ ഉള്ളത് അവർക്ക് ഡോക്ടറെ കാണിക്കാം. So that is a concept of market economy. Whereas in capital welfare അതങ്ങനെയല്ല, പൈസ ഇല്ലാത്തവർക്ക് ഡോക്ടറെ കാണിക്കണം. So they are planning an equality or in something like that. അവർ സ്റ്റേറ്റ് അവിടെ പ്ലാൻ ചെയ്ത് വെക്കുന്നുണ്ട്. But whereas in mixed economy, it's a mix of both. അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസിഷൻസ് ഈസ് പ്ലാൻഡ്, റെസ്റ്റ് ഈസ് പ്രൈസ്. അതായത് ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസിഷൻ, സേ എഡ്യൂക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, അതുകൊണ്ട് അത് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ദാറ്റ് അവിടെ ഒരു വെൽഫെയർ അത് ഫ്രീ ആയിട്ടുണ്ടാവണം, അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ആയിരിക്കണം. ആ രീതിയിൽ ചില കാര്യങ്ങൾ സ്റ്റേറ്റ് തന്നെ. ഹൂ ഈസ് പ്ലാനിങ് ഹിയർ? ഓൾവേസ് ദ പ്ലാനർ ഈസ് സ്റ്റേറ്റ്. ഓക്കെ, നമ്മുടെ സോഷ്യലിസ്റ്റ് എക്കണോമിയിലും പ്ലാൻ ചെയ്യുന്ന ആൾ പൊതുവെ സ്റ്റേറ്റ് ആക്കിയ നമ്മുടെ സെൻട്രലിലുള്ള ഒരു ഗവൺമെൻറ് ആണ് പ്ലാൻ ചെയ്യുന്നുണ്ടാവുക. ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്താവും പ്ലാൻ ചെയ്ത് വെക്കും. ബട്ട് മെജോറിറ്റി ഓഫ് ദി റീസൺ, അതായത് ഇപ്പോൾ ജസ്റ്റ് ഒരു ഉള്ളിയുടെ വില എന്താവണമെന്ന് നേരത്തെ പ്ലാൻ ചെയ്തൊന്നും വെക്കുന്നില്ല ഗവൺമെൻറ്. ബിക്കോസ് India is an example of mixed economy. Some of the important decisions are planned, but rest of the decisions are not planned. It is പ്രൈസിനനുസരിച്ച് വിടുകയാണ് അതിനെ. ഇറ്റ് ഈസ് allowed to fall freely with price. അതായത് പ്രൈസിനനുസരിച്ച് ഗോ ഫ്രീലി വിത്ത് പ്രൈസിനനുസരിച്ച് എങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് ഈ മിക്സഡ് എക്കണോമിനെ വിട്ടിട്ടുണ്ട്. അതായത് എല്ലാത്തിനുമില്ല, മെജോറിറ്റി, അതായത് ഒരു ഉള്ളിയുടെ വില എന്തായിരിക്കണം എന്ന് ഗവൺമെൻറ് തീരുമാനിക്കുന്നില്ല. ബിക്കോസ് ആ പ്രൈസിൻ്റെ ഡിമാൻഡുള്ളൊരു സമയമാണെങ്കിൽ ഉള്ളിയുടെ വില അങ്ങ് കൂടും. ഗവൺമെൻറ് ഇൻ്റർവീൻസ് ഓൺലി വെൻ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. വല്ലാതെ കുതിച്ചു വരുമ്പം ഗവൺമെൻറ് ഒരു ക്യാപ്പ് വെച്ചേക്കാം. ബട്ട് നോർമലി പ്രൈസ് മെക്കാനിസംസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസിഷൻസിൽ മാത്രം ഗവൺമെൻറ് ഇടപെടുകയും ബാക്കിയുള്ള സമയം പ്രൈസിനനുസരിച്ച്, പ്രൈസ് ഒരു സിഗ്നലാക്കി അനുസരിച്ച് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ്റെ രീതിയിൽ പോകാൻ വേണ്ടി അനുവദിക്കുകയും ചെയ്യുന്ന ഒരു എക്കണോമിയാണെന്ത് മിക്സഡ് എക്കണോമി. സോ വി ഹാവ് സ്റ്റഡീഡ് അബൌട്ട് ദിസ് ത്രീ ഏതാണ്? സോഷ്യലിസ്റ്റ്, ക്യാപിറ്റലിസ്റ്റ് ആൻഡ് മിക്സഡ്. മിക്സഡിന് വേറെ പേരൊന്നുമില്ല, മിക്സഡ് തന്നെയാണ്. ഇപ്പോൾ സോഷ്യലിസ്റ്റിൽ എല്ലാം സ്റ്റേറ്റ് പ്ലാൻ ചെയ്യും, ക്യാപിറ്റലിസ്റ്റിൽ എവറിത്തിങ് ഇസ് പ്രൈസ്, പ്രോഫിറ്റ് മാക്സിമൈസേഷൻ മാത്രമേ ലക്ഷ്യമുള്ളൂ. സോഷ്യലിസ്റ്റിൽ എന്താണ്? പബ്ലിക് വെൽഫെയർ, അതായത് ജനങ്ങളുടെ ഒരു ഉന്നമനം എന്താണ് ലക്ഷ്യമാണ്, ഈക്വാലിറ്റി എല്ലാം ലക്ഷ്യമാണ് ഇതിൽ സോഷ്യലിസ്റ്റിൽ. മിക്സഡിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് രണ്ടിൻ്റെയും കൂടി മിക്സാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസിഷൻസ് എന്താവും? സ്റ്റേറ്റ് പ്ലാൻ ചെയ്യും, ബാക്കി മാർക്കറ്റിനനുസരിച്ച് വിടും. ഇങ്ങനെയാണ്. ദീസ് ആർ ദ 3 ക്ലാസിഫിക്കേഷൻസ് ഓഫ് ദി മാർക്കറ്റ്സ്. അതായത് എക്കണോമിക് ആക്ടിവിറ്റീസ് അനുസരിച്ചിട്ട് ഒരു ഓർഗനൈസേഷൻ എങ്ങനെയാണ് എക്കണോമിക് ആക്ടിവിറ്റി എന്നുള്ളതിൻ്റെ ഒരു 3 രീതിയാണ് നമ്മളിപ്പോൾ പഠിച്ചത്. നെക്സ്റ്റ് വി വിൽ ബി ലുക്കിംഗ് ഇൻ ടു വാട്ട് ഈസ് പോസിറ്റീവ് ആൻഡ് നോർമേറ്റീവ് എക്കണോമിക്സ്. സോ പോസിറ്റീവ് എക്കണോമിക്സ് അതായത് ഒരു തരം സ്റ്റഡിയാണ്, ഒരു തരം അനലൈസിങ് ആണ്. വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ എക്കണോമി, എന്താണ് എക്കണോമിയിൽ സംഭവിക്കുന്നതിൻ്റെ നമ്മളൊരു പഠനം അല്ലെങ്കിൽ ഒരു പഠിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. സോ പോസിറ്റീവ് എക്കണോമിക്സ് സേ വാട്ട് ഈസ് ഇൻ ദ എക്കണോമി, എന്താണ് എക്കണോമിയിൽ നടക്കുന്നത്. ഇറ്റ് സേ വാട്ട് ഇറ്റ് ഈസ്, എന്താണോ നടക്കുന്നത് അത് അതുപോലെ തന്നെ പറയും. അതിൽ ഇത് ഇങ്ങനെ ആയിരുന്നെങ്കിൽ ഇങ്ങനെ ആയേനെ, അല്ലെങ്കിൽ ഇങ്ങനെ ആയിരുന്നെങ്കിൽ നന്നായേനെ, ദാറ്റ് ലൈക്ക് ഓഫ് തിങ് ഡസൻറ്റ് ഹാപ്പൻ. സേ ഒരു അൺഎംപ്ലോയ്മെൻറ്റ് ഇൻ ഇന്ത്യ, ആ ഡാറ്റ അങ്ങ് വരും, കറക്റ്റ് നമ്പേഴ്സ് എല്ലാം വെച്ചിട്ട് അൺഎംപ്ലോയ്മെൻറ്റ് ഈസ് ദിസ് മച്ച്. ദേ ഡോണ്ട് സേ ദാറ്റ് വാട്ട് ആർ ദ റീസൺസ് ആൻഡ് വാട്ട് ആർ ദ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ്, ഇങ്ങനെയൊന്നും പറയില്ല. എന്താണോ അതാണ് പോസിറ്റീവ് എക്കണോമിക്സ്. അതായത് എന്താണോ ഉള്ളത്, വാട്ട് ഈസ് എന്നുള്ളത് അതുപോലെ അങ്ങ് പറയും. നോർമേറ്റീവ് എക്കണോമിക്സ് എന്ന് പറയുമ്പോൾ വാട്ട് ഓട്ട് ടു ബി, എന്തായിരുന്നു ആവേണ്ടത്, ഇങ്ങനെ ആയിരുന്നെങ്കിൽ നന്നായനെ. എന്താണ് ഡിസയറബിൾ, വാട്ട് ഈസ് ഡിസയറബിൾ പ്രോപ്പർട്ടീസ്, എന്താ ഒരു അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് ഇങ്ങനെ ആയിരുന്നെങ്കിൽ നമുക്ക് ഇന്ന മെച്ചം ഉണ്ടാവുമായിരുന്നു, അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് ഇങ്ങനെ ആയതുകൊണ്ട് നമുക്ക് ഇന്ന കുറവുകളുണ്ടായി. അപ്പോൾ ഒരു ഡിസയറബിൾ പ്രോപ്പർട്ടീസിനെ കുറിച്ച് പറയുന്നതാണ് ഒരു നോർമേറ്റീവ് എക്കണോമിക്സ്. In the positive economics, they doesn't make moral judgments, that this is right, this is wrong. That kind of judgment doesn't happen in positive economics. Positive economics say what it is, എന്താണോ അത് അതുപോലെ തന്നെ പറയും. Say mostly it speaks about data and all, അതായത് no moral judgments ഒന്നുമില്ല. But normative economics go into merits and demerits and all. If a policy is made, the positive economics say what the policy is. What is the policy? Policy ഇങ്ങനെയാണ്, ഇങ്ങനെയല്ലാണ് പോളിസി. വെൻ പോസിറ്റീവ് എക്കണോമിക്സ് എന്താണോ പോളിസിയിൽ ഇന്ന്
this much amount is passed, this much amount is used. So that kind of things is said in positive economics. Whereas in normative economics, what is the merits of this policy? What are the demerits of this policy? What could have been done to do better to do with this policy? കുറച്ചുകൂടി നന്നായി ഈ പോളിസി എങ്ങനെ ചെയ്യാമായിരുന്നു, എന്തെല്ലാം കോൺസിക്വൻസസ് ആണ് സൊസൈറ്റിയിൽ ഉണ്ടാവുക. സോ ആ രീതിയിൽ വാട്ട് ഓട്ട് ടു ബി ഡിസൈറബിൾ എന്നുള്ള രീതിയിൽ പറയുന്നതാണ് നോർമേറ്റീവ് എക്കണോമിക്സ്. നോർമലി ഇതിൽ ചിലപ്പോൾ ഇത് രണ്ടും നാരോ ഡിഫറൻസ് ഉള്ളൂ. ചിലപ്പോൾ നമ്മൾ ഒരു ഡാറ്റ പറയുമ്പോൾ say unemployment rate has increased to 45%. When we say that, it says what it is and it's also say that what ought to be. അതായത് മെറിറ്റ്സും ഡിമെറിറ്റ്സ് എല്ലാം പോലെ അതായത് ഒരു ചെറിയ നാരോ ഡിഫറൻസ് ഇത് തമ്മിൽ ചില സമയത്ത് ഉണ്ടാവാറുള്ളൂ. സോ വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഓൾസോ. പോസിറ്റീവ് എക്കണോമിക്സ് സേ വാട്ട് ഇറ്റ് ഈസ് ആൻഡ് നോർമേറ്റീവ് എക്കണോമിക്സ് സേ വാട്ട് ഇറ്റ് ought to be, എന്തായിരുന്നു ആവേണ്ടിയിരുന്നത് അല്ലെങ്കിൽ വാട്ട് ഈസ് ഡിസൈറബിൾ എന്നുള്ള രീതിയിലാണ് നോർമേറ്റീവ് എക്കണോമിക്സ് പറയുന്നത്. With this we are concluding our chapter. നമ്മുടെ ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ അതായത് മൈക്രോ എക്കണോമിക്സിലെ ഇൻട്രൊഡക്ഷൻ ഇതിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ എൻഡിൽ നമ്മളെത്തി. We have concluded our chapter. In this we have started studying this chapter by saying the difference between microeconomics and macroeconomics. Micro means small, macro means wide. അല്ലെങ്കിൽ ഒരു വലിയ ബ്രോഡർ പിക്ചറാണ് മാക്രോ തരുന്നത്, ഒരു ചെറിയ പിക്ചറാണ് മൈക്രോ തരുന്നത്. Then we discussed about society. What is the nature of society, how they plan, ഒരു കർഷകർ എന്തെല്ലാം ചെയ്യുന്നു, what are the behaviors of this society, like everyone is engaged in production of some kind of goods, everybody is a consumer എന്ന് നമ്മൾ പറഞ്ഞു. Then we studied the problems in economy. എക്കണോമിയുടെ പ്രോബ്ലംസ് എന്താണെന്ന് പഠിച്ചു. ദെൻ വാട്ട് ആർ ദ റീസൺസ് ഫോർ ദിസ് പ്രോബ്ലംസ്. റിസോഴ്സ് അൺലിമിറ്റഡ് ആണ്, സ്കെയർസ് ആണ്, അതായത് നീഡ്സ് അൺലിമിറ്റഡ് ആണ്, റിസോഴ്സ് സ്കെയർസ് ആണ്, ആൾട്ടർനേറ്റീവ് യൂസ് ഉണ്ട്. അങ്ങനെ അതിൻ്റെ വി സ്റ്റേറ്റഡ് ദ റീസൺസ് ഫോർ ദിസ് പ്രോബ്ലം. അഗൈൻ വി സ്റ്റേറ്റ് ദാറ്റ് വാട്ട് ആർ ദ പ്രോബ്ലംസ് ഫേസ്ഡ് ബൈ ദ എക്കണോമി, ദാറ്റ് ഈസ് ഹൗ ടു പ്രൊഡ്യൂസ്, വാട്ട് ടു പ്രൊഡ്യൂസ്, then how much quantity to produce, and how to distribute, to whom we are producing. That kind of problems we discussed. Then we discussed about production possibility frontier, that what are the best possible combinations of production we can achieve, that ഏതെല്ലാം രീതിയിൽ നമുക്ക് പ്രൊഡക്ഷൻസിൻ്റെ വ്യത്യസ്ത കോമ്പിനേഷനിൽ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. Then we discussed about opportunity cost, and finally we discussed about what positive and normative economics. So guys, thank you.